ഹായ് വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാവുന്ന നല്ല നല്ല ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു മോർണിംഗ് വ്ളോഗ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയാവുന്ന ടൈമിലാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വന്നിട്ടുണ്ട്, കാലി ചായയൊക്കെ കുടിച്ചിട്ട് കുട്ടികൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണി ആവുന്ന ടൈമിൽ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉഴുന്ന് പരിപ്പ് കടുകും പൊട്ടി വന്നാൽ അതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവോളയിലൊക്കെ ഉപ്പ് അപ്പം തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സവോള വേഗത്തിൽ വാടി കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതൊന്ന് വാടി കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സവോളയും എന്താ പറയുക മുളകൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമുക്ക് ഒന്നുകൂടി ഇത് മൂടി വെക്കാം. എന്നാൽ ഈ ഒരു സോളും തക്കാളിയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ആയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മസാല ദോശയുടെ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ റെഡി ആയതിന് ശേഷം പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തലേന്നൊന്ന് അരച്ച് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മസാലയുടെ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കുറച്ച് നെയ്യൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഒരു മസാല ദോശ ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രം നന്നായി ചൂടായതിൻ്റെ ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ അതൊന്ന് വേവാകും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായ സമയത്ത് ഞാനത് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാറ്റ് നിന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് റെഡി ആയതിന് ശേഷം ഞാനിതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം ഈസി ആയിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയരുത് കേട്ടോ. അപ്പോൾ പുറത്ത് പറയാന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കും എന്നല്ലാണ്ട് നമുക്കൊരു സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വിഷമങ്ങൾ ഒന്ന് മാറിക്കിട്ടും ഒന്നും ചെയ്യൂല. അപ്പം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചവനോട് മാത്രം പറയാം. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മുടെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആലോചിക്കുക. അത് നമ്മൾ പലപ്പോഴും മറന്നു പോവാം. നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവുകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അതെപ്പോഴും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഭാഗ്യം, നമ്മുടെ സ്വപ്നം എല്ലാതൊന്നും പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് കേട്ടോ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ ലോകത്തുണ്ട്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവർ, പല അസുഖങ്ങളും കൊണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തില്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിച്ചവർ നമ്മുടെ ആരോഗ്യത്തിന് ഒരു കുറവും വന്നിട്ട് വരുത്തിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ അതെന്തൊരു സന്തോഷം നമുക്ക്. അതുതന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ മക്കൾക്കും ഇതന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം രാവിലെ ഉണ്ടാക്കുന്നത് എന്താണ് അത് തന്നെയാണ് അവർ സ്കൂളിലും കൊണ്ടുവന്ന് വിട്ടാൽ, വേറൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സമാധാനമൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ജീവിതം തന്നെ നമുക്ക് നേടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്ടോ. നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഏത് സമയത്തും നമ്മൾ നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് മുന്നോട്ട് നമുക്ക് എന്തൊക്കെ നേടാൻ വേണ്ടിയിട്ട് പറ്റും, എന്തൊക്കെ സ്വപ്നങ്ങൾ നേടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ ചിന്തിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് പഠിച്ചവൻ ആരോഗ്യം തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യം അള്ളാഹു നമുക്ക് തന്നിട്ടില്ലേ. അപ്പം അത് തന്നെ പോരെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. നല്ല ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ മസാല ദോശയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റാൾ വരാൻ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഇതാ ഞാൻ അവർക്കുള്ള ദോശ അങ്ങോട്ട് ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയുക, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാൻ. അപ്പോൾ എന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.